ഹലോ മൈ ഡിയേഴ്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ നേന്ത്രക്കായനെ കൊണ്ടും കപ്പേനെ കൊണ്ടും ഞാൻ ക്രിസ്പി ആയിട്ടുള്ള കുറച്ച് ചിപ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേന്ത്രക്കായയുടെ ചിപ്സിൻ്റെ വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ ചിപ്സ് ഉണ്ടാക്കാൻ ആവശ്യമായി ഞാൻ 2 നേന്ത്രക്കായും പിന്നെ ഒരു കപ്പയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഡ്രൈ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഈ ചിപ്സ് ഉണ്ടാക്കാനൊക്കെ. പിന്നെ ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് നമുക്ക് വറക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഓരോരുത്തർ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഇതുപോലെ ചെയ്യുന്ന സാധനമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ കൊണ്ട് ഇതുപോലെ നമുക്ക് ചീവി ഡയറക്റ്റ് എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കപ്പയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. കത്തിയിലാകുമ്പോൾ ഇത്ര തിന്നായിട്ട് നമുക്ക് കിട്ടില്ല. ഇതുപോലത്തെ സാധനത്തിനെ കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് തിന്നായിട്ട് കിട്ടും. കഴിക്കാനും അങ്ങനെയാണല്ലോ ടേസ്റ്റ്. അപ്പൊ ഇത് ഡയറക്റ്റ് എണ്ണയിലോട്ടേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കുക. ഒന്ന് പതഞ്ഞ് വരുമ്പോൾ പിന്നെ ഫ്ലെയിം നമുക്ക് കുറയ്ക്കാം. ഇങ്ങനെ ഒന്നോടൊന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ഞാനിത് ഉപ്പുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അര ടീസ്പൂൺ ആയിട്ട് 2 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒറ്റയടിക്ക് ഉപ്പുവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. ചൂടായ എണ്ണയാണല്ലോ, പൊട്ടിത്തെറിക്കും. അങ്ങനെ രണ്ടാമതും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിപ്സ് ഇവിടെ റെഡിയായേ. അപ്പൊ വളരെ സിമ്പിൾ അല്ലേ, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് നേന്ത്രക്കായ് ചിപ്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഡയറക്റ്റ് എണ്ണയിൽ ഇട്ട് കൊടുക്കുവാണ്. ഇതിന്റെ വീഡിയോ ഓൾറെഡി ഇട്ടതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ വിശദീകരിച്ച് കാണിക്കുന്നില്ല. അങ്ങനെ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, പച്ചക്കായ എടുക്കുമ്പോൾ നല്ല മൂത്ത കായായിട്ട് എടുക്കുക. എന്നാൽ മാത്രമേ ചിപ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ പിന്നെ നേന്ത്രക്കായ് ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 2 ചിപ്സും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, 2 നേന്ത്രക്കായും ഒരു കപ്പയും കൂടി എടുത്തതാണ് ഇത്. അപ്പൊ വേഗം നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വലിയ മെനക്കേടൊന്നും ഇല്ലല്ലോ, ഡയറക്റ്റ് എണ്ണയിലോട്ടേക്ക് അങ്ങ് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ ഈ ചിപ്സിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കുക. ഇതുപോലെ തന്നെ ഒക്കെ നല്ല റെസിപ്പികൾ വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവരും ഈ ചിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.